മരിക്കുന്ന സമയം 3 കാര്യങ്ങൾ നിങ്ങൾ ബാക്കി വെക്കണം. മരിക്കുമ്പോ 3 കാര്യങ്ങൾ നിങ്ങൾ ബാക്കി വെക്കണം. ആ 3 കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, ഭയപ്പെടാനില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. 3 കാര്യങ്ങൾ നിങ്ങൾ ബാക്കി വെച്ചാലും നാളെ ആഖിറത്തിൽ കഷ്ടപ്പെടുന്നല്ല. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഖിറത്തിൽ പേടിക്കാനില്ല എന്നാണ് അർത്ഥം. ഏതാണ് ആ 3 കാര്യങ്ങള്? ഒന്ന്, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നാഫിആയ ഇൽമിനെ നിങ്ങൾ ഇവിടെ ബാക്കി വെക്കണം, പഠിക്കണം. അതന്നെയാണ് ഇസ്ലാമിലെ ഇമ്പോർട്ടൻസ്. പഠനം തന്നെ. 1000 റക്അത്ത് നിസ്കാരത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടം 1 മണിക്കൂർ നേരം പഠിക്കലാണ്, ഇൽമു പഠിക്കലാണ്. നമ്മൾക്ക് വലിയ താല്പര്യം തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് നിസ്കാരത്തഴമ്പുള്ള പച്ചത്തട്ടക്കിട്ട് നടക്കുന്ന ഒരു ഔലിയ ലുക്കുള്ള ആളുകളുണ്ട്. അവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചേണ്ടത്. എന്നാൽ അങ്ങനെ 1000 വർഷം നിങ്ങൾ സുജൂദിൽ കിടക്കുന്നതിനേക്കാളൊക്കെ അള്ളാഹുവിന് ഇഷ്ടം 1 മണിക്കൂർ നേരം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്. 1 മണിക്കൂർ നേരം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം. റിസർച്ച് ചെയ്യലാണ്, ഗവേഷണം നടത്തലാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നിങ്ങൾ മരിക്കുമ്പോൾ 3 കാര്യം ബാക്കി വെച്ച് മരിക്കണമെന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ബാക്കി വെച്ച് മരിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പഠിക്കാനുണ്ടാവില്ല എന്നാണ് അർത്ഥം. എന്താ 3 കാര്യം? ഇൽമ് പ്രചരിപ്പിക്കണം, ജാരിയായ സ്വതക്ക നൽകണം, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായ രക്ഷപ്പെടും. സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവണം. ഏതെങ്കിലും മക്കളുണ്ടായിട്ട് കാര്യമില്ല. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യങ്ങള്, നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് ശത്രുവായി മാറുന്ന ഒരു കാലമുണ്ട്. നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ശത്രുവായി മാറുന്ന കാലമുണ്ട്. അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുവായി മാറും മക്കൾ. എപ്പോന്നറിയോ? നമ്മൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ഇവിടെ ബാക്കി വെച്ച് മരിച്ചുപോയി. എല്ലാ ദിവസവും 7 ആകാശങ്ങളിൽ നിന്ന് നമ്മുടെ വീടിന്റെ നേരെ മുകളിലുള്ള ആകാശത്തേക്ക് ആത്മാവ് കടന്നു വന്നിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരോട് വിളിക്കുമെത്ര, വീട്ടുകാരോട് പറയുമെത്ര, എന്റെ വീട്ടുകാരെ, എന്റെ മക്കളെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വീട് എന്റേതാ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം എന്റേതാ, നിങ്ങൾ തിന്നുന്ന ഭക്ഷണം എന്റേതാ, നിങ്ങൾ എനിക്ക് വേണ്ടി വല്ലതും നൽകണേ എന്ന് ആ വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വീട്ടുകാരെ കണ്ടുകൊണ്ട് വീടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആത്മാക്കൾ പറയുമെന്ന് ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ഒരുപാട് തവണ, 1000 തവണ വരെ വിളിക്കുന്ന, ഒരുപാട് തവണ വിളിച്ച അവസാനം പറയും. നമ്മൾ അവരുടെ വിളി കേൾക്കൂല, നമ്മുടെ കളികൾ അവർ കാണും. ഒരു സ്വതക്ക പോലും നൽകാൻ കഴിയാത്ത മക്കള്, ഒരു യാസീൻ സൂറത്ത് പോലും ഓതി ഉപ്പയ്ക്ക് ഹദിയ ചെയ്യാൻ പറ്റാത്ത മക്കള്, ഖുർആൻ ഓതാത്ത മക്കള്, നന്മ ചെയ്യാത്ത മക്കള്, ഇതൊക്കെ ആര് കാണും? മാതാപിതാക്കൾ കാണും. എന്നിട്ട് അവർ പറയും, നിങ്ങളാണ് ഈ സമ്പാദ്യങ്ങളൊക്കെ ആസ്വദിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, സ്ഥലം വാങ്ങിച്ചത് ഞാനാണ്, നിങ്ങളുടെ വീട് വെക്കാനുള്ള 20 സെന്റ് ഞാൻ വാങ്ങിച്ചതാ, ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാ, നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന വരുമാന മാർഗങ്ങൾ എന്റേതാണ്, ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത്, ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ അള്ളാഹു ചോദ്യം ചെയ്യുന്നത് എന്നോട്. നിങ്ങൾ ഹറാമിൽ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ചോദ്യം എന്നോടാണ്, കാരണം ഞാൻ ഉണ്ടാക്കിയതാണത്. മാതാപിതാക്കൾ ഉണ്ടാക്കിയ വരുമാന മാർഗങ്ങൾ മക്കൾ ഹറാമായ വഴിയിൽ ഉപയോഗിക്കുമ്പോ അതിന്റെ ചോദ്യം ചോദ്യം പോകുന്നത് മാതാപിതാക്കളിലേക്കാണ്. അവരാണെങ്കിൽ മരിച്ചു കിടക്ക. അപ്പൊ എനിക്കിതുകൊണ്ടൊരു ഉപകാരമില്ല, ഇതിന്റെ ഉപകാരം മൊത്തം നിങ്ങൾക്കും, ചോദ്യം മുഴുവനും എനിക്കെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നമ്മുടെ വീടിന്റെ മുകളിൽ ഇരുന്ന് പരിതപിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അപ്പൊ ഈ മക്കള് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്. അദുവല്ലക്കും, ശത്രുവാണ്. കാരണം ഉപ്പ ഉണ്ടാക്കിയ സ്വത്ത് ഉപയോഗിച്ച് ഉപ്പയ്ക്കെതിരെ തിരിയുന്നു. ഖബറിൽ ഉപ്പാക്ക് ഒരു കുത്തും ഒരിടിയും കൂടുതൽ കിട്ടുന്നത് ഉപ്പ സ്വയം ഉണ്ടാക്കിയ സമ്പത്ത് മക്കള് മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ശത്രുവായി മാറാം. അതേപോലെ ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളാണ് ഭൂമിയിലുള്ളതെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഖബർ ജീവിതത്തിൽ പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. ഒരാൾ സ്വപ്നം കാണാണ്, പിതാവിനല്ല, ഒരു ഖബർസ്ഥാന്റെ സ്വപ്നം കാണാണ് ഒരാൾ. ഖബറാളികളൊക്കെ ഖബറിന്റെ പുറത്തു വന്നിങ്ങനെ എന്തോ ഒരു വസ്തു വാരി പെറുക്കിയെടുക്കുന്നത് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ പള്ളിയുടെ ഖബർസ്ഥാൻ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഉറങ്ങ,
അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഒരു 12 മണിക്ക് നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിലേക്ക് വരുമ്പോ പള്ളിക്കാട്ടിൽ മുമ്പ് കാലങ്ങളിൽ മരിച്ചുപോയ എല്ലാ കബറാളികളും പള്ളിയുടെ പുറത്തു വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ എടുത്തിട്ട് ബാഗിൽ കൊട്ടയിൽ നിറക്കുന്നത് കാണാനിടയായി. അപ്പൊ ഒരാള് മാത്രം പള്ളിയുടെ കോലായിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇരിക്കുന്നുണ്ട്. ഒന്നും എടുക്കുന്നില്ല, ഒന്നും പൊറുക്കുന്നില്ല, കൊട്ട നിറക്കുന്നില്ല. മല്ലെ അയാളുടെ അടുത്ത് പോയി, എന്താ ഇവരൊക്കെ പെറുക്കിയെടുക്കുന്നത്, എന്താ ഇവരൊക്കെ കൊട്ടയിൽ നിറക്കുന്നെന്ന് വെച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒരു വാദിന്റെ സദസ്സിൽ വെച്ച് നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും സ്വലാത്ത് കഴിഞ്ഞ് നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. വെള്ളിയാഴ്ച ജുമാഅയുടെ ശേഷം നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ നാട്ടുകാരുടെ ദുആഇനെ, നാട്ടുകാരുടെ സ്വതക്കയെ, നാട്ടുകാരുടെ നന്മയെ പള്ളിക്കാട്ടിലേക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ അത് വാരിക്കോരി പെറുക്കിയെടുക്കാൻ വേണ്ടി ഖബറിന്റെ പുറത്തേക്ക് അവർ വരികയാണ്. എന്നിട്ട് അവർ തിക്കും തിരക്കും കൂട്ടി ആ നന്മകളൊക്കെ ശേഖരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇതൊന്നും വേണ്ടാതെ മാറി നിൽക്കുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ, നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലേ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എനിക്കെന്താ ഇതിന്റെ ആവശ്യം? എനിക്കെന്റെ സാലിഹായ മകൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എനിക്കൊരു മകനുണ്ട്. ആ മകൻ ഒരു സെക്കൻഡ് പോലും മിണ്ടാണ്ടിരിക്കാറില്ല. അവൻ എപ്പോഴും ഖുർആൻ ഓതിയിട്ട് എനിക്ക് ഹദിയ ചെയ്യും. അതുകൊണ്ട് എനിക്ക് കണ്ടമാനം നന്മയുണ്ട്. ഞാൻ ആരാന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാറില്ല. എനിക്ക് എല്ലാ ദിവസവും കൊട്ടക്കണക്കിന് നന്മകൾ എന്റെ കബറിടത്തിലെത്തും. ഞാൻ ഹാപ്പിയാണ് എന്ന് പറയും. അങ്ങനെ അയാള് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എവിടെയാണ്? ഇന്ന് അങ്ങാടിയിലാണ് എന്റെ മകന്റെ ഷോപ്പ് എന്ന് പറഞ്ഞിരുന്നു. ആ അങ്ങാടിയിലേക്ക് ആ സ്വപ്നം കണ്ട മനുഷ്യൻ നടന്നുപോയി. ആ ഷോപ്പ് അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ചുണ്ട് അനക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോ ചുണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചുണ്ടനക്കുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്, എന്താ നിങ്ങൾ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. എല്ലാ ദിവസവും ഒരു ഖത്തം ഞാൻ ഖുർആൻ ഓതാറുണ്ട്. അതോതിയാൽ എന്റെ പിതാവിന്റെ ഖബറിടത്തിലേക്ക് ഞാൻ ഹദിയ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഉപ്പയുടെ ഖബറിടത്തിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന മകൻ കച്ചവടത്തിന്റെ കൂടെ ഹാഫിളാണ്. കച്ചവടത്തിന്റെ കൂടെ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നൊരു മകൻ. ഈ മക്കള് വലിയൊരു അസറ്റാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഖബറിൽ വലിയൊരു മുതല. വവലദുൻ സാലിഹുൻ യദഉ ലഹു. ഇങ്ങനെ മക്കളുണ്ടാക്കിയാല് കാലും വെച്ച് ഖബറിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിംഹാസനത്തിൽ കൊട്ടാരത്തിൽ ഇരിക്കുന്നത് പോലെ, രാജാക്കന്മാര് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഖബറിലിരിക്കാം. ഇങ്ങനെയുള്ള 4 മക്കൾ ഉണ്ടാക്കി വെച്ചാൽ. അങ്ങനെ അദ്ദേഹം പോയി. പിന്നെ ഒരുപാട് വർഷങ്ങളുടെ ശേഷം വീണ്ടും അദ്ദേഹം അതേ സ്വപ്നം കണ്ടു. അന്ന് കണ്ട അതേ സ്വപ്നം കണ്ടു. അതേ പള്ളിക്കാട്. ആ പള്ളിക്കാടിന്റെ പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ നന്മകളും സ്വതക്കകളും ഖുർആൻ പാരായണങ്ങളും ദുആകളും ഹദിയകളും എല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ അന്ന് കണ്ട മാറി നിന്ന ആ പിതാവിനെ തേടി ഇങ്ങനെ കണ്ണ് പരിധി നോക്കി, എവിടെയും കാണുന്നില്ല. നോക്കുമ്പോ ഇവരുടെ കൂട്ടത്തിൽ ഇയാളും പെറുക്കിയെടുക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ പെറുക്കിയെടുക്കുന്നു? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നിട്ട് അദ്ദേഹം നേരെ പോയത് അന്ന് കണ്ട ആ അങ്ങാടിയിലേക്ക്, ടൗണിലുണ്ടായിരുന്ന അങ്ങാടിയിൽ പോയി. ആ ഷോപ്പിന്റെ സമീപത്തേക്കെത്തി. ആ ഷോപ്പിലെത്തുമ്പോൾ സദാസമയവും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടുകളുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിഞ്ഞില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അപ്പുറത്തുള്ള ഷോപ്പുകാരോട് ചോദിച്ചു, എവിടെ ഇയാള്? അപ്പൊ പറഞ്ഞു, അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അയാൾ ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അഥവാ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്ത് പിതാവിന് ഹദിയ ചെയ്തിരുന്ന മകൻ മരണപ്പെട്ടപ്പോ ആ പിതാവ് വീണ്ടും നാട്ടുകാരുടെ ദുആഇന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഹദിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര തലമുറയോളം ഒരു പിതാവിന് നന്മ കിട്ടുമെന്നറിയോ? 7 തലമുറയോളം ഒരു പിതാവിന് നന്മ കിട്ടുമെന്നാണ്. നിങ്ങളുടെ മക്കള് സ്വാലിഹീങ്ങളായാൽ അവരുടെ നന്മ നിങ്ങൾക്ക് കിട്ടും. ആ സ്വാലിഹീങ്ങളായ
നിങ്ങളുടെ മക്കൾക്ക് മക്കളുണ്ടായാൽ ആ മക്കളുടെ നന്മയും നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരും. അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടായാൽ അവരുടെ നന്മ വരും. അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടായാൽ അവരുടെ നന്മ വരും. അങ്ങനെ 7 തലമുറയോളം സ്വാലിഹീങ്ങളായ മക്കളുടെ ദുആ പിതാവിനും മാതാവിനും എത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് വെച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു നാട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ആ നാട്ടിലേക്ക് എത്തിയപ്പോൾ കുടിക്കാനുള്ള വെള്ളം ചോദിച്ചു. നാട്ടുകാര് വെള്ളം കൊടുത്തില്ല. ദാഹിച്ചവശരായ 2 ആളുകൾക്ക് നാട്ടുകാർ വെള്ളം കൊടുത്തില്ല. സ്വാഭാവികമായിട്ട് ദേഷ്യം വരും നാട്ടുകാരോട്. അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് ആ നാട്ടിൽ ഒരു ചുമര്, ഒരു മതിലിങ്ങനെ കൊഴിഞ്ഞാടാൻ നിൽക്കുന്നത്. ഇപ്പൊ വീഴുത്. ഖിദർ നബി അലൈഹി സ്വലാം അതൊക്കെ പൊളിച്ച് വളരെ വൃത്തിയായിട്ട് എന്നെ കെട്ടിച്ചുകൊടുത്തു. അപ്പൊ മൂസാ നബി ചോദിച്ചു, എന്താ പിരാന്ത? കുടിക്കാൻ പോലും വെള്ളം തരാത്തൊരു നാട്ടുകാരുടെ പൊളിയാനായ ഒരു മതിൽ കെട്ടിച്ചുകൊടുക്കാൻ സുഖമൊന്നുമില്ലെന്ന് വെച്ചു. അപ്പോഴാണ് മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം പറയുന്നത്, ഒരു സ്വാലിഹായ പിതാവ് അയാളുടെ മക്കൾക്ക് വേണ്ടി രഹസ്യമായി മറച്ചുവെച്ച നിധിയാണ് ആ ചുമരിന്റെ താഴെയുള്ളത്. യതീമക്കൾക്ക് അവകാശപ്പെട്ട നിധിയാണ് ആ ചുമരിന്റെ താഴെയുള്ളത്. അത് പൊളിഞ്ഞു വീണാൽ വെള്ളം തരാത്ത നാട്ടുകാർക്കാ കിട്ടുക. ഞാനത് നിർമ്മിച്ചാൽ ആ പിതാവ് ഉദ്ദേശിച്ച യതീമുകളായ മക്കൾക്കാണ്, അവകാശികളായ മക്കൾക്കാണ് അനന്തര സ്വത്ത് കിട്ടുക. മരണപ്പെട്ടു പോയ പിതാവ് വരാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചൊരു ഖജനാവാണത്, പൊന്നാണത്, നിധിയാണത്. ഇതൊക്കെ വെച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരു പിതാവിന്റെ സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ടുള്ള ഉപകാരം 7 തലമുറയോളം ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ മക്കള്, 4 മക്കളിൽ ഒരാൾ സ്വാലിഹായി, ആ ഒരു മക്കളിൽ അയാൾക്ക് 4 മക്കളുണ്ടായി, അയാളിൽ ഒരാൾ സ്വാലിഹായി, ആ ഒരു മക്കൾക്ക് പിന്നെ 2 മക്കളുണ്ടായി, അയാളൊരു സ്വാലിഹ്. അങ്ങനെ ഒരു 7 തലമുറയോളം മാതാപിതാക്കൾക്ക് നന്മ കിട്ടും. ആരുടെ മക്കളുടെ നന്മകൾ എത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മാതാപിതാക്കൾ ബഹുമാനിക്കാനും ആദരിക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അല്ലാഹു തന്ന വലിയൊരു അസറ്റാണ്. 60 വയസ്സ് കഴിഞ്ഞ പിതാവുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ്. 60 വയസ്സ് കഴിഞ്ഞ മാതാവുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ്. മരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു പാപവും ബാക്കിയുണ്ടാവില്ല, നിങ്ങളുടെ ഒരു തെറ്റും ബാക്കിയുണ്ടാവില്ല. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം സമ്പാദിക്കുന്നത് മാതാപിതാക്കളുടെ കോപത്തിലൂടെയാണ്. മാതാപിതാക്കൾക്ക് നമ്മളോട് വെറുപ്പാണെങ്കിൽ അള്ളാഹുവിനും നമ്മളോട് വെറുപ്പാണ്. മാതാപിതാക്കൾക്ക് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനും നമ്മളോട് ഇഷ്ടമാണ്. എങ്ങനെയാണ് 60 വയസ്സ് കഴിഞ്ഞൊരു പിതാവ്, 60 വയസ്സ് കഴിഞ്ഞൊരു മാതാവുണ്ടെങ്കിൽ ഒരാൾ സ്വർഗത്തിലെത്തുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? 60 വയസ്സ് കഴിഞ്ഞൊരു പിതാവുള്ള ഒരാൾ, മാതാവുള്ള ഒരാൾ, അയാൾ പിതാവിനെ പരിപാലിക്കേണ്ട രീതിയിൽ പരിപാലിച്ചാൽ, ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിച്ചാൽ, അവരോട് കുശലം പറഞ്ഞ് അവരുടെ കൂടെ സമയം കണ്ടെത്തി, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി, അവരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, അവരുടെ കുരുത്തക്കേട് സമ്പാദിക്കാതെ അവരെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്നൊരു ചെറുപ്പക്കാരനാണെങ്കിൽ അയാളുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു തെറ്റും ബാക്കിയുണ്ടാവില്ല, ആ മക്കളുടെ ഒരു തെറ്റും ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് 60 കഴിഞ്ഞൊരു പിതാവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സൗഭാഗ്യമാണ്. 60 കഴിഞ്ഞൊരു മാതാവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യമാണ്. 60 കഴിഞ്ഞവരെയാണ് വയസ്സനെന്ന് പറയാ. വയസ്സന്മാരെന്ന് പറയുന്നത് 60 കഴിഞ്ഞവരെയാണ്. ആ 60 കഴിഞ്ഞ മാതാവും പിതാവും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സ്വർഗം വാങ്ങിച്ചു തരുന്നവരാണ്. ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. മാതാവിന്റെ പൊരുത്തം വാങ്ങിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം തരും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാര് ഉമ്മയേക്കാൾ സ്ഥാനം ഭാര്യയ്ക്ക് നൽകാൻ തുടങ്ങിയാൽ, ചെറുപ്പക്കാർ ഉപ്പയേക്കാൾ സ്ഥാനം സുഹൃത്തുക്കൾക്ക് നൽകാൻ തുടങ്ങിയാൽ, ഉമ്മയോട് തീരെ ബന്ധമില്ലാതെ, ഉപ്പയെ
തീരെ പരിഗണിക്കാതെ ചങ്ങാതിമാർക്ക് പ്രയോറിറ്റി നൽകുക, ചങ്ങാതിമാരെ കൂടുതൽ സമയം അവരുടെ കൂടെ ചെലവഴിക്കുക, അവരുടെ കൂടെ നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും അവരെ നമ്മൾ പരിഗണിക്കുക. വീട്ടിലൊറ്റയ്ക്കിരിക്കുന്ന ഒരു പിതാവിനെ പരിഗണിക്കാൻ നമ്മൾക്ക് സമയമില്ല. കല്യാണത്തിന് പോകണം, ഉപ്പയാര് കൊണ്ടുപോകും? ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത പിതാവ്, മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യാൻ സുഹൃത്തുക്കളില്ലാത്തൊരു പിതാവ്, ആ പിതാവിനെ മക്കളാണ് കല്യാണത്തിന് കൊണ്ടുപോവേണ്ടത്, മക്കളാണ് അങ്ങാടിയിൽ കൊണ്ടുപോവേണ്ടത്, മക്കളാണ് പള്ളിയിൽ കൊണ്ടുപോവേണ്ടത്, മക്കളാണ് വഅലിന് കൊണ്ടുവരേണ്ടത്. ഇവിടെയൊന്നും മക്കൾ കിട്ടുന്നില്ല. ഇവിടെ എല്ലാ മക്കളും മക്കളുടെ ചങ്ങാതിമാരുടെ കൂടെ പിതാവൊന്നുകിൽ നടക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിപ്പോക്കരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഒരു പിതാവിനുണ്ടായാൽ, മക്കളുണ്ടായിട്ടും മക്കളുടെ ഉപയോഗമില്ലാത്ത, മക്കളുടെ സഹായം കിട്ടാത്ത ഒരു പിതാവായി നമ്മുടെ പിതാവ് മാറിയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ചങ്ങാതിമാരെ അടുപ്പിക്കുക, പിതാവിനെ അകറ്റുക. ചങ്ങാതിമാർക്ക് എന്ത് ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. പിതാവെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സമയമില്ല. ഭാര്യയെ കൂടുതൽ പരിഗണിക്കുകയും ഉമ്മയോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നൊരു കാലം വരുന്നത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന്, അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാൻ, പരീക്ഷണങ്ങൾ വരാൻ കാരണമാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ അമേരിക്കയുടെ കാലിഫോർണിയയിൽ ഉണ്ടായ തീക്കാറ്റുകള് അത് നമ്മുടെ നാട്ടിലേക്കും വരും. ഇതുപോലെ ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ റീഹൻ ഹംറാ, തീക്കാറ്റെന്ന് പറയുന്നത് റീഹൻ ഹംറാ, തീക്കാറ്റുകൾ ഉണ്ടാവുക. എവിടെന്നാണ് അമേരിക്കയുടെ കാലിഫോർണിയയും ലോസ് ആഞ്ചലസും തീപിടിച്ചത്? എവിടെന്നാ? എങ്ങനെയാ തീപിടിച്ചത്? ആരാ തീ കൊടുത്തത്? ഇത്രയും നൂതന സംവിധാനങ്ങളുള്ള അമേരിക്കക്കാരന്റെ ഓരോ ഡിവൈസുകൾക്ക് പോലും തീ എവിടെ നിന്ന് പിടിച്ചു എന്നറിയില്ല, തീ എങ്ങനെ തുടങ്ങി എന്നറിയില്ല. അവരന്വേഷിക്കുകയാണ് 100 സ്ഥലങ്ങളിൽ ശൈത്യകാലത്ത് തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഇപ്പോഴും അവർക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. 35,000 ഏക്കർ സ്ഥലമാണ് കത്തിനശിച്ചത്. അമേരിക്കയുടെ സ്വർഗഭൂമിയാണ് കത്തിനശിച്ചത്. വലിയ വലിയ താരങ്ങള്, സെലിബ്രിറ്റികള്, നടന്മാര്, കായിക താരങ്ങള് അമേരിക്കയുടെ സ്വർഗഭൂമിയിൽ വളരെ മനോഹരമായി ജീവിക്കുന്നതിനിടയിലാണ് കോടാനക്കോടി ഡോളറുകളുടെ നഷ്ടമുള്ള വലിയൊരു തീ പ്രളയമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ തീക്കാറ്റുകൾ ഉണ്ടാകും. റീഹൻ ഹംറാ, തീക്കാറ്റുകള്, വസൽസല, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. വഖദ്ഫൻ, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ചറൽ കല്ലുകൾ കൊണ്ട് വലിച്ചെറിയുന്ന അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകും. വഖസ്ഫൻ, ഭൂമി മനുഷ്യനെ ജീവനോടെ വിഴുങ്ങുന്ന ഏറ്റവും വലിയ അല്ലാഹുവിൽ നിന്നുള്ള ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇരുന്ന സ്ഥലം തന്നെ അങ്ങനെ ഭൂമി വിഴുങ്ങിക്കളയും, ഭൂമി വിഴുങ്ങിക്കളയും, നമ്മുടെ വീടുകൾ വിഴുങ്ങിക്കളയും, നമ്മുടെ വാഹനങ്ങൾ വിഴുങ്ങിക്കളയും. പിറ്റേ ദിവസം വാലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങാടിയിലേക്ക് പോകുമ്പോ നാട്ടുകാർ ചർച്ച ചെയ്യുമത്രേ, ഇന്നാലെന്ന ആജിക്കയുടെ വീട് ഭൂമി അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു, ഇന്നാലെന്ന വീട്ടുകാരെ അള്ളാഹു മനുഷ്യന്റെ കോലം മാറ്റി മൃഗങ്ങളുടെ കോലമാക്കി എന്ന് നാട്ടുകാര് പോലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വ്യാപകമാകാൻ പോകുന്നുണ്ട് എന്ന് ലോകാവസാനത്തോടനുബന്ധിച്ച് ഹബീബിന്റെ ചില ഹദീസുകളിൽ കാണാൻ കഴിയും. അതിന്റെ കാരണങ്ങളായി പറഞ്ഞത്, പിതാവിനെ അകറ്റി നിർത്തിയിട്ട് ചങ്ങാതിമാരോട് അടുപ്പം കാണിക്കുക, മാതാവിനെ അകറ്റി നിർത്തിയിട്ട് ഭാര്യമാരോട് അടുപ്പം കാണിക്കുക. ഇത് അപകടകരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മരണത്തോടുകൂടി മാതാവുമായുള്ള ബന്ധം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ട്? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തുതാ അല്ലാഹ്, ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് പുറത്തുതാ അല്ലാഹ്. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെക്കാളും മുമ്പ് മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇത് ദുആ ചെയ്യാൻ ഖുർആനാ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ദുആ ചെയ്താ പോരാ, നമ്മൾക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ. നിങ്ങൾ ദുആ ചെയ്യേണ്ടത്
നിങ്ങളെക്കാൾ മുമ്പ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അതിലേറ്റവും ഒന്നാമൻ നമ്മുടെ ഉമ്മയാണ്, രണ്ടാമൻ നമ്മുടെ പിതാവാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഖുർആൻ മക്കളായ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? മക്കളുടെ ദുആ കൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ രക്ഷപ്പെടുമെന്നല്ലയോ? അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തില്, അതേപോലെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടുപോയ മാതാപിതാക്കളുമായി നമ്മുടെ ബന്ധം തീരാൻ പാടില്ല എന്ന് പറഞ്ഞത്. മാതാപിതാക്കള് ജനനം മുതൽ മരണം വരെ, മരണശേഷവും നമ്മളോട് ബന്ധമുള്ളവരാണ്. ഇനി മരിച്ചു കഴിഞ്ഞാലോ നാളെ പാരത്രീക ലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്നതും മാതാപിതാക്കളുടെ കൂടെ, സ്വർഗത്തിലേക്ക് പോകുന്നതും മാതാപിതാക്കളുടെ കൂടെ. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ല നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത്. പിതാവുണ്ടാകും കൂടെ, മാതാവുണ്ടാകും കൂടെ, ഭാര്യയുണ്ടാകും കൂടെ, മക്കളുണ്ടാകും കൂടെ, പേരക്കുട്ടികൾ ഉണ്ടാകും കൂടെ. അല്ലാതെ ഓരോ ആളുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോവല്ല, കുടുംബസമേതം നാളെ സ്വർഗത്തിൽ പോവുകയാണ്. ഇവിടെയുള്ള പിതാവ് തന്നെയാണ് ഇവിടത്തെ പിതാവ്, ഇവിടത്തെ മാതാവ് തന്നെയാണ് ഇവിടത്തെ മാതാവ്. മഹ്ശറയിൽ പോലും മാതാവിനെ തിരിച്ചറിയുമെന്നല്ലേ ഖുർആൻ പറയുന്നത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഭാര്യയെ കാണും തിരിച്ചറിയും മഹ്ശറയില്, ഉമ്മയെ കാണും തിരിച്ചറിയും മഹ്ശറയില്, പിതാവിനെ കാണും തിരിച്ചറിയും മഹ്ശറയില്, മക്കളെ കാണും തിരിച്ചറിയും, സ്വന്തം സഹോദരങ്ങളെ പോലും മഹ്ശറയില് തിരിച്ചറിയും. അവരോട് സഹായം ആവശ്യപ്പെടും. ഭാര്യയോട് സഹായിക്കണമെന്ന് പറയും, ഉമ്മയോട് പറയും സഹായിക്കണമെന്ന്, പിതാവിനോട് പറയും സഹായിക്കണമെന്ന്, മക്കളോട് പറയും സഹായിക്കണമെന്ന്. എന്നിട്ട് എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച കുടുംബമാണെങ്കിൽ എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ചാണ് നാളെ സ്വർഗത്തിലേക്ക് പോവുക എന്ന് വരെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. മൃഗങ്ങളാണ് മാതാവുമായി പിതാവുമായി ബന്ധം വെക്കാത്തവർ മൃഗങ്ങളാണ്. അവർക്ക് മാതാവുമായി അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഒരു പശുക്കിടാവിന് അതിന്റെ അമ്മയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ അതൊറ്റയ്ക്ക് അമ്മയുടെ അകിട് തേടി പാല് കുടിക്കും ഒരു പശുക്കിടാവ്. ആ പശുവിന്റെ ചുണ്ട് നമ്മൾ പശുവിന്റെ അകിടിലേക്ക് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പശു പ്രസവിച്ചാൽ അതിനൊരു പശുക്കിടാവ് ഉണ്ടാകും. ആ പശുക്കിടാവ് പ്രസവിച്ച ഉടനെ അത് തന്നെ മുടന്തി നടന്ന് തെരഞ്ഞു പിടിച്ച് അത് തന്നെ പാലുടിക്കും. നമ്മളാരും ഇവിടെയാണ് അമ്മയുടെ അകിട് എന്ന് പറഞ്ഞ് മുലപ്പാല് കൊണ്ടുപോയിട്ട് ചുണ്ടിൽ വെച്ചു കൊടുക്കല്ല. അതേപോലെ പശു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അതിന്റെ അകിട് കൊണ്ടുപോയി ചുണ്ടിൽ വെച്ചു കൊടുക്കലല്ല, സ്വയം അത് തന്നെ തേടി പിടിച്ചു കുടിക്കും. എന്താണ് അതിനർത്ഥം? അത് സെൽഫ് സഫിഷ്യന്റ് ആണ്. മൃഗങ്ങൾക്ക് അമ്മയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അമ്മയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അമ്മമാരോട് കമ്മിറ്റ്മെന്റ് ഇല്ല. അച്ഛൻ ആരാണെന്ന് അറിയില്ല മൃഗങ്ങൾക്ക്. അമ്മയോട് യാതൊരു പ്രതിബദ്ധതയും പശുക്കിടാങ്ങൾക്കില്ല. അത് പാല് കുടിച്ച് ഒരു വയസ്സ് കഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിന് പോകും. പിന്നെ അമ്മയായിട്ട് ഒരു ബന്ധു ഇവർക്കുണ്ടാവില്ല. അത് അതിന്റെ പാട്ടിന് ഇങ്ങനെ പോകും. എന്നാൽ മനുഷ്യരിങ്ങനെയാണോ അള്ളാഹു സൃഷ്ടിക്കുന്നത്? അല്ലല്ലോ. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉമ്മയോട് നിങ്ങൾക്ക് പൊക്കിൽ കൊടി ബന്ധമുണ്ട് എന്ന രീതിയിൽ. നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാലും ഉമ്മയുടെ സഹായമില്ലാതെ ഒരു കുഞ്ഞിന് പാല് കുടിക്കാൻ കഴിയില്ല. കുഞ്ഞ് തേടി വന്നിട്ട് ഉമ്മയുടെ മാറിടത്തിൽ വന്ന് പാല് കുടിച്ച ചരിത്രം ലോകത്ത് ഇന്ന് വരില്ല. ഒരു കുഞ്ഞു മാതാവിന്റെ മാറിടം തേടി പിടിച്ച് പോവാറല്ല. ഉമ്മ കുഞ്ഞിനെടുത്തിട്ട് മാറോട് ചേർത്ത് പിടിക്കല. അപ്പൊ പശുവിനെ പോലെ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ഒഴിവാക്കി പോയാലോ ഈ കുഞ്ഞ് മരിക്കും. എന്നാൽ ഒരു പശുക്കിടാവിനെ ഒഴിവാക്കി പോയാൽ ആ പശുക്കിടാവ് മരിക്കൂല, അത് ജീവിക്കും. എന്താ അർത്ഥം? ഒരു മാതാവുമായിട്ട് മക്കൾക്ക് എപ്പോഴും ബന്ധമുണ്ടാവണം. 2 വയസ്സുവരെ പാല് കൊടുക്കണമെന്ന് പരിശുദ്ധതയും പറയുന്നുണ്ട്. ആ 2 വയസ്സിന് മുമ്പ് മാതാവ് ഉപേക്ഷിച്ചു പോയാലും കുട്ടി മരിച്ചു പോകും. എന്നാൽ 1 മാസമല്ല, ഒരു 10 ദിവസമായാൽ വരെ പശുക്കിടാവിനെ ഒഴിവാക്കിയാലും പശുക്കിടാവ് ചത്തുപോകില്ല. അത് സ്വയം പുല്ലും തേടി നിന്ന് കഴിച്ചാൽ ജീവിച്ചോളൂ. മനുഷ്യരങ്ങനെയല്ല. 10-13 വയസ്സുവരെ അല്ലെങ്കിൽ ഒരു 15 വയസ്സുവരെ ഓരോ മക്കളും ഉമ്മയോട് കടപ്പാടുള്ളവരാണ്. ഉമ്മ നോക്കണം. 5 വയസ്സുള്ള കുട്ടിയെ ഉമ്മ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? കുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല.
ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഒരു പാഠമാണിത്. നമ്മളിങ്ങനെ കുറച്ച് വലുതാകുമ്പോ ഉമ്മയൊന്നും വേണ്ട, ഉപ്പയൊന്നും വേണ്ട, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഇനി മാതാവ് കുട്ടികളോട് കടപ്പെട്ടവരാണ്. മാതാവും പിതാവും കുട്ടികളോട് കടപ്പെട്ടവരാണ്. അതവര് 15 വയസ്സുവരെയൊക്കെ ഒരു പിതാവ് മാതാവ് മക്കളെ നോക്കുന്നു. ഇനി ഈ മക്കൾ വലുതായി, മാതാപിതാക്കൾ വലുതായി, 60 കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോവാൻ കഴിയില്ല, വയസ്സായി, പ്രായമായി, പള്ളിക്ക് പോവാൻ കഴിയില്ല, കല്യാണങ്ങളിൽ പോവാൻ കഴിയില്ല. അപ്പൊ ആരാ നോക്കേണ്ടത്? ഈ കുട്ടികൾ. 15 വയസ്സുവരെ മാതാപിതാക്കളെ നോക്കിയവർ 60-ന് ശേഷം മാതാപിതാക്കളെ ഈ കുട്ടികളാ നോക്കേണ്ടത്. അതാണ് അല്ലാഹുമ്മ റബ്ബന ഗഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തിയതുപോലെ എന്റെ മാതാപിതാക്കളെ നീ അവരുടെ വാർദ്ധക്യകാലത്ത് ഏറ്റെടുക്കണേ അല്ലാഹ്.